നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഡാറ്റാബേസ് കൺസെപ്റ്റ്സ്. എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ, എന്താണ് ഒരു ഡാറ്റാബേസ്, ഏതൊക്കെ തരത്തിലുള്ള ഡാറ്റാബേസുകളുണ്ട്, അതിൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം, വാട്ട് ഈസ് ഡാറ്റ? Data is a collection of a distinct unit of information. പല രീതിയിലുള്ള വിവരങ്ങളുടെ ഒരു കളക്ഷനെ നമുക്ക് എന്തായിട്ട് മനസ്സിലാക്കാം? ഡാറ്റയായിട്ട് മനസ്സിലാക്കാം. Data is used in a variety of forms: text, numbers, media and many more. നമ്മൾ പല രീതിയിലുള്ള ഡാറ്റ അവൈലബിൾ ആണ്. നമുക്ക് ടെക്സ്റ്റൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എന്തെങ്കിലും, അല്ലെങ്കിൽ ന്യൂമറിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ മീഡിയ എന്ന് പറഞ്ഞാൽ സൗണ്ട് ആവാം, വീഡിയോ ആവാം, ഇങ്ങനെയുള്ള രീതിയിലുള്ള ആവാം. അന്നേരം വിവിധങ്ങളായ രീതിയിൽ കമ്പ്യൂട്ടറിലോട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം? ഡാറ്റയായി കണക്കാക്കാം. ഇനി ഈ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡാറ്റ ഈസ് ബേസിക്കലി ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എ പർട്ടിക്കുലർ ഫോം ഫോർ എഫിഷ്യന്റ് മൂവ്മെന്റ് ആൻഡ് പ്രോസസ്സിംഗ്. എന്ന് പറഞ്ഞാൽ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥം എന്താന്ന് പറയുന്നത് ഇൻഫർമേഷനായി മാറുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ട് കാണും. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഡാറ്റയെ നമ്മുടെ ആവശ്യാനുസരണം ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യാനുസരണ രീതിക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റി എടുക്കുന്നതിനെ എന്തെന്ന് പറയാം? ഇൻഫർമേഷൻ എന്ന് പറയാം. ഇപ്പം ഡേറ്റയായിട്ട് എക്സാമ്പിൾസ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ്? നെയിം ഒരു ഡേറ്റയാണ്. ഒരാൾക്കുള്ള പേരാവും, ഒരു സ്ഥലത്തിന്റെ പേരാവും, ഒരു വസ്തുവിന്റെ പേരാവും. ഏജ് അല്ലെങ്കിൽ വെയിറ്റ്, ഹൈറ്റ്, നമ്മൾ എന്ത് സാധനത്തിനെ കുറിച്ചുള്ള അതിന്റെ ഓരോരോ എലമെന്റിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന എന്തിനേയും നമുക്ക് എന്താക്കി എടുക്കാം? ഡേറ്റയായിട്ട് എടുക്കാം. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് എന്നുള്ളത് വിചാരിക്കുക. സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം അയാൾക്കുള്ള രജിസ്റ്റർ നമ്പർ ഒരു ഡേറ്റയാണ്, അയാളുടെ പേര് ഒരു ഡേറ്റയാണ്, അയാൾ പഠിക്കുന്ന കോഴ്സ് ഒരു ഡേറ്റയാണ്, അയാൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഒരു ഡേറ്റയാണ്, അല്ലേ? അയാളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഒരു ഡേറ്റയാണ്. ഇങ്ങനെയുള്ള ഇതിന് ഓരോ അവസ്ഥയിലും ഓരോ രീതിയിൽ നമ്മൾ പ്രോസസ് ചെയ്തെടുക്കും, ആവശ്യം വരും. അങ്ങനെ ഈ ഡേറ്റയിൽ നിന്നും എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ വർഷം എത്ര പേർ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ എന്തെടുക്കാം? നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറിന്റെ കൗണ്ട് എടുത്താൽ മതിയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അന്നേരം ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്. ആ ഡേറ്റയെ നമ്മൾ പ്രോസസ് ചെയ്ത് വാലിഡ് ഇൻഫർമേഷൻ ആക്കുക. ആ ഡേറ്റയിൽ നിന്നും നമ്മൾ ഇൻഫർമേഷൻ ഉണ്ടാക്കി എടുക്കണം. എന്താണ് ഇൻഫർമേഷൻ? നമ്മളെ സംബന്ധിച്ചോളം ഇത്ര സ്റ്റുഡന്റ് ആപ്ലിക്കേഷൻ നമ്പറുകൾ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പർപ്പസിന് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ നമ്മൾ പ്രോസസ് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ. കമ്പ്യൂട്ടർ ടേംസിൽ ഇൻഫർമേഷനും ഡേറ്റയും കമ്പ്യൂട്ടർ ടെർമിനോളജിയിൽ പരസ്പരം ബന്ധപ്പെട്ട് നടക്കുന്ന ടെർമിനോളജീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി എന്താണ് ഒരു ഡാറ്റാബേസ്? Database is an organized collection of structured data to make it easily accessible, manageable and update. ആദ്യം മനസ്സിലാക്കേണ്ടത് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് സ്ട്രക്ചേർഡ് ഡാറ്റ. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മാർഗത്തിൽ സിസ്റ്റമാറ്റിക് വേയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ഡേറ്റയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അതെന്തിനാണ് നമ്മൾ സൂക്ഷിച്ചേക്കുന്നത്? നമുക്ക് ആവശ്യാനുസരണം വളരെ സിമ്പിളായി നമുക്ക് ഉപയോഗിക്കാനും ഫലപ്രദമായ രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനും ആവശ്യാനുസരണം അതിന് അപ്ഡേഷൻസ് നടത്താനും ഒക്കെ പോസിബിളായ രീതിയിൽ ഒരു സ്റ്റോറേജ് മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് സ്റ്റോർ ചെയ്തേക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്നത്. A database is a place where the data is stored. എവിടാണോ ഡാറ്റ സ്റ്റോർ ചെയ്തേക്കുന്ന സ്ഥലത്തിനെ നമ്മൾ എന്തെന്ന് പറയും? ഡാറ്റാബേസ് എന്ന് പറയും. എക്സാമ്പിൾസ് പോലെ നമ്മൾ താഴെ പറഞ്ഞു. A library contains a huge collection of books. Here the library is the database and books are the data. മനസ്സിലായി കാണുമല്ലോ.
അങ്ങനെ ലൈബ്രറി ഒരു ഡാറ്റാബേസ് ആയിട്ടും അവിടെ ഇരിക്കുന്ന ബുക്സിനെ നമ്മൾ എന്തായിട്ടും കണക്കാക്കാൻ വേണം. ഒരു സിമ്പിൾ എക്സാമ്പിൾ ജനറൽ ആസ്പെക്ട്സ് പറഞ്ഞ ഡേറ്റ ആയിട്ടും കണക്കാം. ഒരു സ്കൂൾ രജിസ്റ്റർ കൺസിഡർ ചെയ്യുക. അവിടെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു ഫയൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവശ്യാനുസരണം അവിടെ നിന്നുള്ള സ്റ്റുഡൻസിന്റെ ഡേറ്റാബേസിൽ നിന്നും നമുക്ക് ആവശ്യാനുസരണം ആ ഡേറ്റയിൽ നിന്നും നമുക്ക് വാലിഡ് ആയിട്ട് ഇൻഫർമേഷൻസ് പ്രോസസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു മെക്കാനിസത്തിനെ, സ്റ്റോർ ചെയ്യപ്പെടുന്നതിനെ നമുക്ക് കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്നതിന് എന്തെന്ന് പറയാം? ഒരു ഡേറ്റാബേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്തൊക്കെയാണ് ഡേറ്റാബേസിന്റെ കമ്പോണൻസ്? ആദ്യം വരുന്നതാണ് ഹാർഡ്വെയർ. നമ്മൾ കമ്പ്യൂട്ടർ ടെർമിനോളജി പ്രകാരം എന്താണ്? കമ്പ്യൂട്ടറിന് ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഹാർഡ്വെയർ എന്നാണ് ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഇലക്ട്രോണിക് മീഡിയയിലെ ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് physical electronic devices such as IO devices, input output devices, storage devices, and many more. It also provides an interface between computers and real world system. നമുക്കൊരു കമ്പ്യൂട്ടർ ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡേറ്റാബേസിലൂടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ഇൻഫർമേഷൻ ആയിരിക്കും കമ്പ്യൂട്ടറിലോട്ട് കൊണ്ട് സ്റ്റോർ ചെയ്യണം. അതായത് നമുക്ക് കീബോർഡ് എന്ന് പറഞ്ഞ ഇൻപുട്ട് ഡിവൈസ് ആവശ്യം കാണും. ഇനി സ്റ്റോർ ചെയ്ത് ഇന്റേണൽ വെക്കുന്ന എന്തായിരിക്കും? മെമ്മറിയിലായിരിക്കും. ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ കൊണ്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അന്നേരം സ്റ്റോർ ചെയ്യുന്ന അന്നേരം സ്റ്റോർ ചെയ്യാൻ ചിലപ്പോൾ ഇത് രണ്ടിന്റെ ഹെൽപ്പ് വേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ ആയിരിക്കത്തില്ല, വേറെ എവിടെയെങ്കിലും നിന്നായിരിക്കും നമ്മൾ ഒരു ഓൺലൈൻ സിസ്റ്റം വഴിയായിരിക്കും ഡേറ്റാബേസിലോട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ്? ഈ രണ്ട് ഇന്റർഫേസും കൂടാതെ വേറെ ഇന്റർഫേസ് നമുക്ക് ആവശ്യം വരും. വേറെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നമുക്ക് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. പിന്നെന്താണ്? ഈ ഡേറ്റാബേസിനെയും റിയൽ വേൾഡ് സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ്? ഒരു ഇന്റർഫേസും ആവശ്യം വരാം. ഇതെല്ലാം എന്താണ്? ഹാർഡ്വെയർ പാർട്സ് ഓഫ് ദ ഡേറ്റാബേസ് എന്ന് പറയാം. അല്ലെങ്കിൽ അത് ഒറ്റ യൂണിറ്റ് ആയിട്ട് എടുക്കുക. ഈ ഡേറ്റാബേസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളുടെ എല്ലാം പാർട്ടായിട്ട് വരുമ്പോൾ ഹാർഡ്വെയർ നിർബന്ധമായ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി സോഫ്റ്റ്വെയർ. This is a set of programs that is used to control and manage the overall database. ഏത് രീതിയിലാണ് അതിന് ഹാർഡ്വെയറിൽ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെ സ്റ്റോർ ചെയ്യും, അതിന്റെ മൊത്തം മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്ന എന്ത് വേണം? നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടായാലേ പറ്റുള്ളൂ. It includes the DBMS software itself. നമുക്ക് DBMSന്റെ ഫുൾ ഫോം തൽക്കാലം മനസ്സിലാക്കുക, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ തൽക്കാലം ഈ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് നമുക്ക് എന്തെന്ന് പറയാം? DBMS സോഫ്റ്റ്വെയർ എന്ന് പറയാം. The operating system, the network software being used to share the data among users. DBMS സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രം മാറ്റമില്ല. ഒരു DBMS സോഫ്റ്റ്വെയർ നമുക്കൊരു കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിനൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമേ ഒരു DBMS സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉള്ള മെഷീൻസ് ആണെങ്കിൽ അതിനെ തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനും കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി എന്ത് വേണ്ടി വരും? നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർസ് ആവശ്യം വേണ്ടി വരും. എന്തുകൊണ്ടാണ്? ടു ഷെയർ ഡേറ്റ among the users and the application programs used to access the data in the DBMS. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഒരു ഓൺലൈൻ സൈറ്റിലൊക്കെ ഉള്ള നമ്മൾ പഠിച്ച ഒരു കോഴ്സിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നു, പ്രോസസ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നു, ഫെയിൽ ആയോ പാസ് ആയോ എന്നുള്ള റിസൾട്ട് കിട്ടുന്നു. അന്നേരം അതിനൊക്കെ എന്ത് ചെയ്യണം? ഒരു ഡേറ്റാബേസിൽ കിടക്കുന്ന ഡേറ്റ എടുത്ത് കൊണ്ടുവന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ ബ്രൗസറിന്റെ ഹെൽപ്പോട് കൂടിയൊക്കെ ആയിരിക്കും നമുക്ക് തരുന്നത്. അന്നേരം സോഫ്റ്റ്വെയർസും എന്തിനാവശ്യമാണ്? ഒരു ഡേറ്റാബേസിന്റെ സ്റ്റോറേജിനും ഡേറ്റാബേസ് നിയന്ത്രിക്കുന്നതിനും നമുക്ക് കമ്പോണന്റ് ആയിട്ട് എന്തും ഉൾപ്പെടും? അതിന്റെ സോഫ്റ്റ്വെയർ പാർട്ടും ഉൾപ്പെടും. അതിന് DBMS സോഫ്റ്റ്വെയർ ആണ് ആ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇനി ഡേറ്റ മാനേജ്മെന്റ് സിസ്റ്റം കളക്ട്സ്, സ്റ്റോർസ്, പ്രോസസ് ആൻഡ് ആക്സസ് ഡേറ്റ. എന്താണ്? ഡേറ്റ മാനേജ്മെന്റ് സിസ്റ്റം ആണ് അതിനകത്ത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതും അതിനകത്ത് പ്രോസസ് ചെയ്യുന്നതും അതിനകത്ത് തിരിച്ച് നമുക്ക് തരുന്നതും എല്ലാം എന്താണ്? ഈ ഡേറ്റാബേസ് ആക്സസ് സോഫ്റ്റ്വെയർസ് ആണ്. ഡേറ്റാബേസ് ഹോൾഡ്സ് ബോത്ത് ദ ആക്ച്വൽ ആൻഡ് ഓപ്പറേഷണൽ ഡേറ്റ ആൻഡ് ദ മെറ്റാ ഡേറ്റ. അന്നേരം ഡേറ്റാബേസ് ഹോൾഡ്സ് ദ ആക്ച്വൽ ഓർ ഓപ്പറേഷണൽ ഡേറ്റ. നമ്മുടെ റിയൽ ടൈം ഇപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റിന്റെ ആക്ച്വൽ ഇൻഫർമേഷൻ, സ്റ്റുഡന്റിന്റെ പേര്, ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യണം. ഇനി അത് കൂടാതെ മെറ്റാ ഡേറ്റ. മെറ്റാ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഡേറ്റ ഏത് രീതിയിലാണ് ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നതിന് കമ്പ്യൂട്ടർ മനസ്സിലാക്കണം. എക്സാമ്പിൾ ആയിട്ട് രജിസ്റ്റർ നമ്പർ ഉണ്ട്, അത് ന്യൂമറിക് ടൈപ്പ് ഇൻഫർമേഷൻ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഡേറ്റാബേസിന് പറഞ്ഞു കൊടുത്താൽ പിന്നെ
ആ രജിസ്റ്റർ നമ്പർ ഫീൽഡിലൂടെ എന്ത് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ? ന്യൂമറിക് ടൈപ്പ് ഇൻഫർമേഷൻ മാത്രം. അതൊരു ഡേറ്റയാണ്. അതായത് ആക്ച്വലി ഓപ്പറേഷണൽ ഡേറ്റ ഉണ്ട്, അതുപോലെ എന്താണ് മെറ്റാ ഡേറ്റ ഉണ്ട്. മെറ്റാ ഡേറ്റ മീൻസ് ഡേറ്റ അബൌട്ട് ദ ഡേറ്റ. ഡേറ്റ ഏത് വിധേനയാണ് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള കാര്യം കമ്പ്യൂട്ടറിൽ മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡേറ്റയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റാ ഡേറ്റ എന്ന് പറയും. ക്ലിയർ? ഇനി അതിന്റെ തന്നെ അടുത്ത പ്രൊസീജിയർ. These are the rules and instructions on how to use the database in order to design and run the DBMS to guide the users that operate and manage it. എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറച്ച് റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് എങ്ങനെ യൂസ് ചെയ്യണം, ഹൗ ടു യൂസ് ദ ഡേറ്റാബേസ് ഇൻ ഓർഡർ ടു ഡിസൈൻ ആൻഡ് റൺ ദ DBM. ഈ DBM സോഫ്റ്റ്വെയറിനെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഇത് യൂസർക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം, മാനേജ് ചെയ്യാൻ പറ്റുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതി വെച്ചേക്കുന്ന ടാസ്ക് ഒരു മോഡ്യൂളാക്കി മാറ്റി വെച്ചേക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ഒരു പ്രൊസീജിയർ എന്ന് പറയും. അന്നേരം സോഫ്റ്റ്വെയറിൽ ഈ പ്രൊസീജിയർ ആണ്, DBMS-ൽ ഈ പ്രൊസീജിയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ആക്ച്വലി ഓരോ മോഡ്യൂളും ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതിനോട് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് ആ പ്രോസസ് ചെയ്തായിരിക്കും നമുക്ക് ഈ പ്രൊസീജിയർ ആയിരിക്കും നമുക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഇനി ഡേറ്റാബേസ് ആക്സസ് ലാംഗ്വേജസ്. ഇനി ഡേറ്റാബേസുമായിട്ട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അതിന് ഡേറ്റാബേസിന് മനസ്സിലാക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പഠിക്കണം, അതിന്റെ ലാംഗ്വേജ് പഠിക്കണം. It is used to access the data to and from the database. നമുക്ക് ഡേറ്റാബേസിൽ നിന്ന് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനോ റിട്രീവ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഒക്കെ എന്ത് വേണം? നമുക്ക് ഡേറ്റാബേസ് ആക്സസ് ലാംഗ്വേജസ് വേണം. In order to enter new data, updating or retrieving requires data from databases, we need the help of database access languages. You can write a set of appropriate commands in the database access language and submit these to the DBMS, which then process the data and generates its displays a set of results into a user readable form. വെരി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ആക്സസ് ലാംഗ്വേജ് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ അതിനകത്ത് കുറെ സെറ്റ് ഓഫ് കമാൻഡ്സ് എഴുതി അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എഴുതി ഉണ്ടാക്കി അത് ഡേറ്റ ലാംഗ്വേജ് ഉണ്ടാക്കി ആർക്ക് സബ്മിറ്റ് ചെയ്യുന്നു? DBMS സബ്മിറ്റ് ചെയ്യുന്നു. DBMS ഈ ഇൻസ്ട്രക്ഷന് നമ്മൾ ആവശ്യപ്പെട്ട ആക്സസ് ലാംഗ്വേജ് ആക്സസ്പെട്ടുള്ള കാര്യങ്ങൾ അതിന് തിരിച്ചറിയുകയും അത് അതിനനുസരിച്ച് പ്രോസസ് ചെയ്യുകയും ഒരു ഉത്തരം ഉണ്ടാക്കുകയും അത് നമുക്ക് റീഡബിൾ ഫോർമാറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് ഉത്തരമായി തിരിച്ചു തരും. അതിന് DBMS-ന്റെ കമ്പോണൻസ് ആയിട്ട് എന്തൊക്കെ വരും? ഹാർഡ്വെയർ വരും, സോഫ്റ്റ്വെയർ വരും, ആ ഡേറ്റയെ മാനേജ് ചെയ്യുന്ന മാനേജ്മെന്റ് ടൂൾസ് വരും, പിന്നെന്താണ് അതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അതുകൂടാതെ എന്തുണ്ടാവും? ഡേറ്റാബേസ് ആക്സസ് ലാംഗ്വേജോട് കൂടി ചേർന്നാണ് ഡേറ്റാബേസിന്റെ കമ്പോണൻസ് എന്ന് പറയപ്പെടുന്നത്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡേറ്റാബേസസ്? വിവിധങ്ങളായ ടൈപ്പ് ഡേറ്റാബേസസ് ഉണ്ട്. അതിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് ആദ്യം പരിശോധിക്കാം. സെൻട്രലൈസേഷൻ ഡേറ്റാബേസ്. ഓക്കെ, ഇതിന്റെ ഓരോ ഡീറ്റെയിൽഡ് വരും സ്ലൈഡിൽ നോക്കാം. ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ്, പേഴ്സണൽ ഡേറ്റാബേസ്, എൻഡ് യൂസർ ഡേറ്റാബേസ്, റിലേഷണൽ ഡേറ്റാബേസ്. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് നമുക്ക് സിലബസിന്റെ പാർട്ടായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ഡേറ്റാബേസ് ആണ് റിലേഷണൽ ഡേറ്റാബേസ്. NoSQL ഡേറ്റാബേസ് പുതിയ കാലഘട്ടത്തിൽ കുറച്ച് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഡേറ്റാബേസ് ആയിരുന്നു. ഇടയ്ക്ക് കുറെ കാലം മുമ്പ് വരെ അത്ര പോപ്പുലാരിറ്റി ഇല്ലായിരുന്നു. ഓക്കെ, ഇനി ക്ലൗഡ് ഡേറ്റാബേസ് വെബ് ബേസ്ഡ് ആയ കാലഘട്ടത്തിൽ ഏറ്റവും പോപ്പുലർ ആയ കൺസെപ്റ്റ് ആണ് ക്ലൗഡ് ബേസ്ഡ് ഡേറ്റാബേസ്. ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റാബേസസ്. നമുക്ക് ഓരോന്ന് നോക്കാം. സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ്. The information അല്ലെങ്കിൽ data is stored in a centralized location and the users from different locations can access this data. Centralized എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഒരിടത്ത് ഡേറ്റ എല്ലാം ഇരിക്കുന്നു, നമ്മൾ ക്ലയൻസ് അല്ലെ യൂസേഴ്സ് വിവിധങ്ങളായ സ്ഥലത്ത് നിന്നും ആ ഡേറ്റയെ ആക്സസ് ചെയ്യുന്നു. ഓക്കെ, this type of database contains application procedures that helps the users to access the data even from a remote location. വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എടുത്താൽ നമുക്കിപ്പം ഒരു റെയിൽവേ റിസർവേഷൻ സിസ്റ്റത്തിൽ പോയിട്ട് ടിക്കറ്റ് റിസർവ് ചെയ്യണം വെച്ചോ. അതിനും ഇതൊരു സെൻട്രലൈസ്ഡ് ഡേറ്റാബേസിൽ കിടക്കുന്നതായിരിക്കും. നമ്മൾ അവിടുത്തെ ഡേറ്റ എന്ത് ചെയ്യുന്നു? ആ ഡേറ്റാബേസിൽ നമ്മൾ ഏതെങ്കിലും റിമോട്ട് സ്ഥലത്ത് നിന്നുകൊണ്ട് ആ സൈറ്റിൽ ഡേറ്റാബേസുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടായിരിക്കും നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ ഒരു സെൻട്രലൈസ്ഡ് രീതിയിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാബേസ് കൺസെപ്റ്റ് ആണ്. അടുത്ത
distributed database. നേരെ എതിരാണ്. എന്താണ്? സെൻട്രലൈസ്ഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ്. Just opposite of centralized database. Distributed database have contributions from the common database as well as information captured by a local computers. നമ്മുടെ അവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ് പല സ്ഥലങ്ങളിലുള്ള ഡാറ്റാബേസ്, കോമൺ ഡാറ്റാബേസ് കൂടാതെ തന്നെ എന്താണ് പല സ്ഥലങ്ങളുടെ ഡാറ്റയും കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡാറ്റാബേസിന് എന്തെന്ന് പറയാം? ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് എന്ന് പറയും. Data is not at one place and it distributed at various sites of an organization. മനസ്സിലായില്ലേ? ഇപ്പം രണ്ട് ഓഫീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ പറയില്ലേ ഒരു ഓഫീസിന്റെ മെയിൻ ഓഫീസ്, സബ് ഓഫീസ്. മെയിൻ ഓഫീസിൽ 100 തൊഴിലാളികളുണ്ട്, സബ് ഓഫീസിൽ 50 തൊഴിലാളികളുണ്ട്. മൊത്തം തൊഴിലാളികളുടെ എണ്ണം നമുക്ക് സെൻട്രലൈസ് എടുക്കണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ രണ്ടുകൂടെ ക്യാപ്ചർ എടുത്തിട്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ആ രീതിയിൽ സ്റ്റോറേജ് മെക്കാനിസം ആണ് നമ്മൾ ഡാറ്റാബേസിന് കീപ്പ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറയാം? ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് database എന്ന് പറയും. These sites are connected to each other with the help of communication links which helps them to access the distributed data. അന്നേരം നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും കാര്യങ്ങളുള്ള കമ്മ്യൂണിക്കേഷൻ ലിങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ? ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിൽ നിന്ന് ഇൻഫർമേഷൻ ഫാസ്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്ത് പ്രോസസ് ചെയ്ത് ഒരു സെൻട്രലൈസ്ഡ് റിസൾട്ട്സ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി പേഴ്സണൽ ഡാറ്റാബേസ്. Data is collected and stored on personal computers which is small and easily managed. നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടേതായ കൊച്ചു ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് നമുക്ക് എന്ത് പറയും? പേഴ്സണൽ ഡാറ്റാബേസ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ പേഴ്സണൽ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽ DBM ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് തന്നെ അവൈലബിൾ ആണ്. Data is generally used by the same department of an organization and is accessed by a small group of people. കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറിയ ഡാറ്റാബേസ് ഒക്കെ ഇൻഡിവിജ്വൽ യൂസിനോ കുറച്ച് 1-2 യൂസേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പേഴ്സണൽ ഡാറ്റാബേസസ് ആണ്. ഒരു ചെറിയൊരു കൺസെപ്റ്റിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. End users database എന്ന് പറഞ്ഞാൽ the end user is usually not concerned about the transaction and operation done at various levels and is only aware of the product which may be a software or an application. End user database എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വ്യൂ. നമുക്ക് കറന്റ്ലി ഒരു വലിയ സൂപ്പർ സ്റ്റോറിൽ നിന്ന് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു സൈറ്റ് കയറുവാണ്, ഒരു ഓൺലൈൻ സൈറ്റ് കയറിയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിന്റെ ലിസ്റ്റ് വേണം, വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകളുടെ വില അറിയണം. അത് നമുക്കൊരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എൻഡ് യൂസർക്ക് വരുന്ന ഒരു റെപ്രസെന്റേഷൻ വ്യൂ ഉണ്ട്. അത് പ്രകാരം നമ്മളെ സംബന്ധിച്ചോളം ആ വലിയ ഷോപ്പിൽ നിന്ന് നമുക്ക് കാണാൻ എന്ത് മാത്രമല്ല കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ മാത്രം, അത് മാത്രം ഫെച്ച് ചെയ്ത് ടെമ്പററി ആയിട്ടൊരു ഡാറ്റാബേസിൽ ആക്കി എൻഡ് യൂസർ തരുവാണ്. അത് എങ്ങനെ ഇന്റേണലി ആ വലിയ ലിസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്നു, അതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒന്നും എൻഡ് യൂസർ അറിയേണ്ടതായിട്ടില്ല. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന വ്യൂ ആണ് ഒരു എൻഡ് യൂസർ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. This is a shared database which is specifically designed for the end user, just like different levels of managers. Okay, നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ എൻഡ് യൂസർ ഡാറ്റാബേസുകളായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മളൊരു കമ്പനിയുടെ കമ്പ്യൂട്ടർ, അതിനകത്ത് നിന്ന് വേറെ ആളായിരിക്കും ഇന്ന കമ്പനിയുടെ കമ്പ്യൂട്ടർ മാത്രം ലിസ്റ്റ് കിട്ടുമെന്ന് വെച്ചാൽ ആ എൻഡ് യൂസർ കിട്ടുന്ന വ്യൂ എന്തായിരിക്കും? ഒരു വേറെ വ്യൂ ആയിരിക്കും. Summary of the whole information is collected in this database. ഒരു സമ്മറി പോലെ ഇരിക്കും, അതിനാണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, അടുത്ത വളരെ പോപ്പുലർ ആയിട്ടുള്ള റിലേഷണൽ ഡാറ്റാബേസസ് നമുക്ക് സിലബസിന്റെ പാർട്ടായിട്ട് ഇൻഡെപ്തിൽ പഠിക്കാനുള്ളതും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൺസെപ്റ്റിൽ റിയാലിറ്റിയിൽ പഠിക്കേണ്ടതാണ്. This database are organized by a set of tables where data gets fit into a predefined category. Or data is categorized in a set of tables. Tables on the raw column format information store ചെയ്തേക്കുന്ന ഒരു predefined ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്തേക്കുന്ന മെക്കാനിസത്തിനെയാണ് എന്തെന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റാബേസ് പറയുന്നത്. The table consists of rows and columns where the column has an entry for the data for a specific category and the row contains instance for that data defined according to the category. ഒരു ടേബിളിനകത്ത് എന്ത് കാണും? റോയും കോളവും കാണും. അതിനകത്ത് ഓരോ കോളത്തിലും ആ ഡേറ്റയുടെ ഒരു പാർട്ടിന്റെ ഒരു എൻട്രി, ഒരു കാറ്റഗറിയുടെ ഒരു പാർട്ടിന്റെ എൻട്രി ആണ്. ആ ഒരു കാറ്റഗറിയുടെ ഫുൾ ടൈപ്പ് ഇൻഫർമേഷൻസ് എവിടെ സ്റ്റോർ ചെയ്യും? ഒരു റോയിൽ സ്റ്റോർ ചെയ്യും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് ടേബിൾ ആണെന്ന് വിചാരിക്കും. അതിനകത്ത് 10 സ്റ്റുഡൻസ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഓരോ സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം ഒരു സ്റ്റുഡന്റ് ഇൻഫർമേഷനകത്ത് ചിലപ്പോൾ അയാൾക്കുള്ള രജിസ്റ്റർ നമ്പർ കാണും, കോഴ്സ് നെയിം കാണും, അയാളുടെ പേര് കാണും, പഠിക്കുന്ന സ്ഥലം കാണും. ഇതെല്ലാം കൂടി ചേർന്നാൽ ഒരു സിംഗിൾ സ്റ്റുഡന്റ് ഉണ്ടാവും. അതിന് ഓരോ സിംഗിൾ സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷൻ ഓരോ റോയിലും കിടക്കും. ഓരോ കോളത്തിൽ എന്ത് കാണും?
രജിസ്റ്റർ നമ്പർ കാണാം, ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ കാണും, നെയിം സ്റ്റോർ ചെയ്യാൻ ഒരു സ്ഥലം കാണും. അതിന് കോളം വൈസ് ആയിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ ഡേറ്റയും അതിനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഒരു റോ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കാറ്റഗറിയുടെ മൊത്തം ഇൻഫർമേഷൻ ആയിരിക്കും. അങ്ങനെ ഒന്നിൽ കൂടുതൽ കാറ്റഗറി ഓഫ് ഇൻഫർമേഷൻ എല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് സെയിം ടൈപ്പ് ഓഫ് കാറ്റഗറി എലമെന്റ്സ് എല്ലാം കൂടെ എവിടെ ഇരിക്കും? ഒരു ടേബിളിൽ ഇരിക്കും. ഇനി SQL കണ്ടില്ലേ, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുള്ളതാണ്, പഠിക്കണം നമ്മൾ. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ഇസ് ദ സ്റ്റാൻഡേർഡ് യൂസർ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് ഫോർ എ റിലേഷണൽ ഡേറ്റാബേസ്. SQL എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് റിലേഷണൽ ഡേറ്റാബേസിൽ ഇൻഫർമേഷൻസ് ഗെറ്റ് ചെയ്യാനും ആ ഇന്റർഫേസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഇനി NoSQL നേരത്തെ നമ്മൾ പഠിച്ചു സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് റിലേഷണൽ ഡേറ്റാബേസ് ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയാണെങ്കിൽ റിലേഷണൽ ഡേറ്റാബേസ് ആയിട്ടുള്ളാത്ത ഡേറ്റാബേസിൽ നിന്നും നമ്മൾ NoSQL ഡേറ്റാബേസിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തേക്കുന്ന ടെക്നോളജി ആണെങ്കിൽ നമ്മൾ എന്താണ് NoSQL ഡേറ്റാബേസ് എടുക്കും. These are used for large set of distributed data. ഒരു കാറ്റഗറൈസ്ഡ് ഓർഗനൈസ്ഡ് ഫോർമാറ്റ്സ് അല്ലാതെ ഡിഫറെന്റ് രീതിയിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് വീഡിയോ സോഫ്റ്റ്വെയർ, ഓഡിയോ സോഫ്റ്റ്വെയർ, മിക്സ് ഓഫ് സോഫ്റ്റ്വെയർസ്, വലിയ ബിഗ് ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇപ്പം ഉപയോഗിക്കുന്ന പുതിയൊരു രീതിയാണ് എന്താണ് NoSQL ഡേറ്റാബേസ് സിസ്റ്റംസ്. There are some big data performance issues which are effectively handled by relational databases. Such kind of issues are easily managed by non-SQL databases. Okay. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം? NoSQL ഡേറ്റാബേസസ് നമുക്ക് ഉപയോഗിക്കാം. അടുത്ത ക്ലൗഡ് ഡേറ്റാബേസ്. Data has been specifically getting stored over cloud, also known as a virtual environment, either with a hybrid cloud or public cloud or private cloud. പബ്ലിക് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലൗഡ് സിസ്റ്റം ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റാബേസ് നമ്മുടെ കമ്പ്യൂട്ടറിലെ വെർച്വൽ ലോകത്ത് ഏതോ സ്ഥലത്തിരിക്കുന്ന ഒരു ഡേറ്റാബേസിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ വേറെ ഏതോ സ്ഥലത്തുള്ള ഒരു ഡേറ്റാബേസിൽ നമ്മുടെ പർപ്പസിന് ഇൻഡിവിജ്വൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്ഥലമെടുത്ത് അതിന്റെ സെക്യൂരിറ്റി ഇൻഫർമേഷൻസ് കൊടുത്ത് നമുക്ക് മാത്രം യൂസ് ചെയ്യാവുന്ന രീതിയിൽ പ്രൈവറ്റ് ആക്കി വെക്കുന്നു. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കോമ്പിനേഷൻ നമ്മൾ എന്ത് പറയും? ഹൈബ്രിഡ് എന്ന് പറയും. പുതിയ കാലഘട്ടങ്ങളിൽ ഡേറ്റാബേസ് ഇൻഡിവിജ്വൽ നെറ്റ്വർക്കിന്റെ പുതിയ ലോകത്ത്, പുതിയ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ട് ലോകത്ത് കുറച്ച് പോപ്പുലാരിറ്റി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡേറ്റാബേസ് സിസ്റ്റം ആണെന്ന് പറയുന്നത് ക്ലൗഡ് ഡേറ്റാബേസ് സിസ്റ്റം. അത് നമുക്ക് ഈ സെഷനിൽ നമ്മൾ ഡേറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ് ഒരു ഡേറ്റാബേസ്, ഏതൊക്കെ ടൈപ്പുള്ള ഡേറ്റാബേസസ് ഉണ്ട്, അതിന്റെ പ്രൈമറി ഡിഫറെന്റ് പേരുകൾ പഠിച്ച് ഓരോന്നിന്റെയും കുഞ്ഞു എക്സാമ്പിൾ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഈ സെഷൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കുക. ദ ക്ലൗഡ് ഡേറ്റാബേസ് ഇസ് എ ഡേറ്റാബേസ് ദാറ്റ് ഹാസ് ബീൻ ഒപ്റ്റിമൈസ്ഡ് ആൻഡ് ബിൽഡ് ഫോർ സച്ച് എ വെർച്വലൈസ്ഡ് എൻവയോൺമെന്റ്. നമ്മൾ വെർച്വലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാലിറ്റിയിൽ നമുക്ക് ഉണ്ടെന്നൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കും എല്ലാ ഡേറ്റാബേസും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്, നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും. പക്ഷേ വെർച്വൽ ലോകത്ത് എവിടെയൊക്കെയുള്ള ഡേറ്റാബേസ് എൻവയോൺമെന്റ്. അതിനും കുറച്ച് ഡേറ്റാബേസ് എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു. സെൻട്രലൈസ്ഡ് പഠിച്ചു, ഡിസ്ട്രിബ്യൂട്ടഡ് പഠിച്ചു, ഇല്ലേ, റിലേഷണൽ ഡേറ്റാബേസ് പഠിച്ചു, ക്ലൗഡ് ഡേറ്റാബേസ് പഠിച്ചു. ഇങ്ങനെയുള്ള ഡേറ്റാബേസിനെ കുറിച്ച് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, താങ്ക് യു ആൾ. All of you please wait for the next session.